ഹായ്, നിങ്ങൾ ഈ കാണിക്കുന്ന ഒരൊറ്റ മിസ്റ്റേക്ക് ഉണ്ട്. ഈ ഒരൊറ്റ മിസ്റ്റേക്ക് കൊണ്ടാണ് നിങ്ങളുടെ ഫോണിലുള്ള പല രഹസ്യങ്ങളും മറ്റുള്ള ആളുകൾ കാണുന്നത്. അതെന്താണ് ആ തെറ്റ് എന്നുള്ളത് ഞാൻ ആദ്യം കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇത് തെറ്റ് ഒഴിവാക്കിയിട്ട് ആരും കാണാത്ത രീതിയിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ ഗൂഗിളിൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു തെറ്റുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പല രഹസ്യങ്ങളും മറ്റുള്ളവർ കാണുന്നത്. അതായത് നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർ കാണുന്നത് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. അത് എങ്ങനെയാണ് ക്ലിയർ ചെയ്യേണ്ടതെന്നുള്ളത്. അതായത് നമ്മൾ ആദ്യമായി ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിൾ ക്രോമിൽ കയറിയിട്ട് നമ്മൾ മുകളിലുള്ള മുകളിൽ കാണുന്ന 3 ഡോട്ട്സ് ഉണ്ടല്ലോ, ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുക്കും. ആ ഹിസ്റ്ററിയിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ ക്ലിയർ ചെയ്യാം. എങ്ങനെ ക്ലിയർ ചെയ്യുന്നത്? ഇവിടെ കണ്ടില്ല, നമ്മൾ കണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് ഓരോ ദിവസവും നമ്മൾ കണ്ട കാര്യങ്ങൾ മുഴുവൻ ഇവിടെ കിടക്കുന്നുണ്ട്. ആരെങ്കിലും ഫോൺ എടുത്തു കഴിഞ്ഞാൽ അത് കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിലുള്ള ഡിലീറ്റ് ബ്രൗസിംഗ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് നമ്മൾ സാധാരണ എടുക്കുക. അതാണ് ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക്. അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ പോയിട്ട് നമുക്ക് മേലെ ഉള്ള ഒരു സെറ്റിംഗ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ നമുക്ക് 15 മിനിറ്റ് മുന്നുള്ളത്, 1 മണിക്കൂർ മുന്നുള്ളത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഓൾ ടൈംസ് എല്ലാ സാധനങ്ങളും ഡിലീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, താഴെ പോയിട്ട് നമ്മൾ ഡിലീറ്റ് കൊടുക്കും. പക്ഷെ ഇങ്ങനെ ഡിലീറ്റ് ചെയ്താൽ പോലും നമ്മുടെ രഹസ്യങ്ങൾ മുഴുവൻ എല്ലാ കാര്യങ്ങളും ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ടെന്ന് പലർക്കും അറിയില്ല. അപ്പൊ അതെങ്ങനെയാണ് ഒഴിവാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിനായി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ ഫോണിന്റെ സെറ്റിംഗ്സ്, ആ ഗിയർ ഐക്കൺ കാണുന്നില്ലേ, ആ ഗിയർ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ചില ഫോണുകളിൽ സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് കാണാം. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഗൂഗിൾ സർവീസസ് പറയുന്ന ഒരു ഓപ്ഷന് താഴെയായിട്ട് നമ്മുടെ ഇമെയിൽ ഐ ഡി ഇവിടെ കാണിക്കുന്നുണ്ട്. അതിന്റെ തൊട്ടടുത്ത ഒരു ഏരോ മാർക്ക് കാണാം, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ വേറെ ഏതെങ്കിലും ഇമെയിൽ ഐ ഡി ആണോ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കുക. കറക്റ്റ് ഇമെയിൽ ഐ ഡി കൊടുക്കണം, എന്നാലേ ഇത് വർക്ക് ആവുള്ളൂ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇമെയിൽ ഐ ഡി ഏതാ നോക്കിയതിന് ശേഷം അതിന്റെ തൊട്ട താഴെയായിട്ട് മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട്സ് പറയുന്ന ഓപ്ഷനിൽ ഇവിടെ കാണിക്കുന്നുണ്ട്, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇതേപോലത്തെ ഒരു ഇന്റർഫേസിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് വേണ്ട ഓപ്ഷൻ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഡാറ്റ ആൻഡ് പ്രൈവസി. ആ ഡാറ്റ ആൻഡ് പ്രൈവസിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഇത് ക്ലിയർ ആയിട്ട് ഡിലീറ്റ് ചെയ്യുക, നമ്മുടെ രഹസ്യങ്ങൾ ആരും കാണാതിരിക്കാൻ എന്താ ചെയ്യുക എന്നുള്ളത് ഇവിടെ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡാറ്റ ആൻഡ് പ്രൈവസിയിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. അത് ഓൺ ആയിട്ടാണ് കിടക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇതേപോലത്തെ ഒരു ഇന്റർഫേസിലേക്ക് മാറും. ആക്ടിവിറ്റി കൺട്രോൾസ് ഉണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഗൂഗിൾ നമ്മുടെ പല കാര്യങ്ങളും ഇവിടുന്ന് നമുക്ക് നമ്മുടെ എന്തൊക്കെ ആക്ടിവിറ്റി എടുക്കുന്നുണ്ട് എന്നുള്ള എല്ലാ രഹസ്യങ്ങളും അവർ എടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നല്ല നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. അത് നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റിന്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് താഴേക്ക് വരിക. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് മാനേജ് ഓൾ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ. മാനേജ് ഓൾ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ഇന്റർഫേസിലേക്ക് വരുന്നുണ്ട്. ഇവിടെ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നലെ കണ്ടതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഗൂഗിളിൽ സെർച്ച് ചെയ്തതും വീഡിയോ യൂട്യൂബിൽ കണ്ടതും എല്ലാ കാര്യങ്ങളും വേണ്ടതും വേണ്ടാത്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ മറ്റുള്ള ആളുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു അടിപൊളി ഒരു സെറ്റിംഗ്സ് ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അത് കൃത്യമായിട്ടൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെർച്ച് യുവർ ആക്ഷൻസ് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണില്ലേ, അതിന്റെ തൊട്ട് എടുത്തായിട്ട് ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഡിലീറ്റിലാണ് നമുക്ക് ഈ സെറ്റിംഗ്സ് ചെയ്യേണ്ടത്. അത് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കി ചെയ്യുക. ആ ഡിലീറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് ഡിലീറ്റ് വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി. പക്ഷെ ഇവിടെ അല്ല നമ്മൾ ചെയ്യേണ്ടത്, കാരണം എല്ലാവരും ഇവിടെ പോയി ചെയ്തു നോക്കും. ഇവിടെ ലാസ്റ്റ് അവർ, ലാസ്റ്റ് ഡേ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഓട്ടോ ഡിലീറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ ആയിട്ട് തന്നെ ഡിലീറ്റ് ആവും. അതും അല്ല ചെയ്യേണ്ടത്. ഓട്ടോ ഡിലീറ്റിൽ വരുന്നത് 3 മാസം 18 മാസമൊക്കെ കൂടുന്ന സമയത്ത്. പക്ഷെ നമുക്ക് വേണ്ട എന്താണ്, നമുക്ക് ഒരു ദിവസം ഇവിടെ നോക്കിയാൽ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ആ ഡിലീറ്റ് ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ കസ്റ്റം റേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമുക്ക് വേണ്ടത്. കസ്റ്റം റേഞ്ച്. ആ കസ്റ്റം റേഞ്ചിൽ കയറി കഴിഞ്ഞിട്ട് നമുക്ക് 2 ബോക്സുകൾ മേലെ താഴെയായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്തെല്ലാം ഡേറ്റുകളിൽ വരുന്ന കാര്യങ്ങളാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ കൊടുക്കുക. അതായത് നിങ്ങൾ ഒരു കഴിഞ്ഞ ആഴ്ചയുള്ള കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഒരു മാസം മുന്നുള്ളത് മൊത്തമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഡേറ്റ് മുകളിലും താഴെയായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ താഴെ നെക്സ്റ്റ് ബട്ടൺ കൊടുത്തിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരിക്കുന്ന എല്ലാ വീഡിയോസും അതുപോലെ തന്നെ സെർച്ച് ചെയ്ത കാര്യങ്ങൾ ഇങ്ങനത്തെ എല്ലാം ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കി ഒരാൾക്കും കാണാൻ പറ്റാത്ത രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാനത് കാണിച്ചു തരാം. ഇവിടെ കണ്ടില്ലേ, ഞാനിപ്പോൾ ഗൂഗിൾ ഹിസ്റ്ററിയിൽ പോയിട്ട് ഗൂഗിൾ ക്രോമിൽ ഹിസ്റ്ററിയിൽ നോക്കുന്ന സമയത്ത് ഒരൊറ്റ കാര്യം പോലും ഇതിൽ കാണുന്നില്ല. അപ്പൊ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. കമന്റ് അറിയിക്കാൻ മറക്കരുത്.